വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ പുഴയിലും തോട്ടിലൊക്കെ കിട്ടുന്നൊരു മീനാണ് ബ്ലാഞ്ഞിലെന്ന് പറയും. പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. പല നാട്ടിലും പല പേരാണ് ഇത് പറയുന്നത്. ഇത് ഭയങ്കര ഹെൽത്ത് വൈസ് ഭയങ്കര ഗുണമുള്ളൊരു മീനാണിത്. ഇതിൻ്റെ തൊലിയൊക്കെ ഉണക്കി പൊടിച്ച് ശ്വാസം മുട്ടലിനും ആസ്മയ്ക്കും അതുപോലെ പൈൽസും അങ്ങനെ പല അസുഖത്തിനും ഈ മീൻ ഉപകാരപ്പെടും. അപ്പോൾ അതിനു മുമ്പ് അവിടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ മീൻ എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ട്സും കൂടെ പോയി തോട്ടിൽ നിന്ന് പിടിച്ചിട്ട് വന്ന മീനാണ്. അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീൻ ആദ്യം നമുക്കൊന്ന് വെട്ടിയെടുക്കണം. ഇതിൻ്റെ സ്കിന്ന് നമ്മുടെ ഒരു വരാലിൻ്റെ ഒക്കെ കൂട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ തെന്നി പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചാര വിട്ടിട്ട് കംപ്ലീറ്റ് മീനയിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം വെട്ടാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ രണ്ടരികും കത്രിക വെച്ചോ അല്ലെങ്കിൽ പിച്ചാത്തി വെച്ചോ ഒന്ന് വെട്ടിയെടുക്കണം. ഇത് കത്രിക ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഈർക്കിൽ കയറ്റിയിട്ട് പിച്ചാത്തി വെച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് വിട്ടേച്ചാലും മതി. അതിനുശേഷം ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കഴുത്തിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെട്ടി വിടണം. അപ്പോഴത്തേക്കിന് നമുക്ക് കംപ്ലീറ്റ് സ്കിന്നും ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ഉരിച്ചെടുക്കാൻ പറ്റും. ആദ്യം നമുക്കിതൊന്ന് ഇതിൻ്റെ സൈഡ് രണ്ടും ഒന്ന് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കണം. കണ്ടല്ലോ, ഇതേപോലെ വെട്ടിയെടുത്തിട്ട് അതിനുശേഷം അതിൻ്റെ കഴുത്ത് വട്ടവും വെട്ടി കൊടുത്തിട്ട് നമുക്ക് ചാരം ഈ മീനെ മൊത്തം ഒന്ന് തേച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ സ്കിന്ന് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തെന്നും. ഇതേപോലെ ഒന്ന് കഴുത്ത് വെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് സ്കിന്നൊന്ന് വലിച്ചാൽ മതി. നമ്മൾ സ്കിന്നൊക്കെ ഇതിൻ്റെ തൊലി ഉരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഈസിയാണ്, പക്ഷേ ഒരു ഇച്ചിരി ഒന്ന് ആരോഗ്യം വേണം. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് വലിച്ചാൽ ഇത് കംപ്ലീറ്റായിട്ട് ഇങ്ങനെ പോരും. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ചാരമൊക്കെ കംപ്ലീറ്റായിട്ട് മാറ്റിയെടുക്കണം. ഇതിൻ്റെ തൊലി നമ്മൾ കളയത്തില്ല. ഇതിൻ്റെ തൊലി നമ്മൾ നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കും. എന്നിട്ട് നമ്മളിത് പൊടിച്ചിട്ട് പാലിലൊക്കെ ചേർത്തിട്ട് ആസ്മയ്ക്കും ശ്വാസം മുട്ടലിനും പിന്നെ പൈൽസും അങ്ങനത്തെ അസുഖത്തിനെല്ലാം ഇത് കഴിക്കുക. അത്ര ഗുണമുള്ളൊരു മീനാണിത്. അതുകൊണ്ട് നമ്മളതിൻ്റെ സ്കിന്നെല്ലാം ഉരിച്ച് 2 മീനും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവർ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇവരിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ്ങും കട്ടിങ്ങും എല്ലാം ചെയ്തത് നമ്മുടെ ടിങ്കിളാണ്. അങ്ങനെ നമ്മൾ മീനൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചേക്കുവാണ്. വറുത്തെടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിനകത്ത് വലിയ മസാലകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിന് വലിയ കുക്കിംഗ് ടൈം ഒന്നുമില്ല കേട്ടോ. ഇത് ഫ്രഷായിട്ട്, അതായത് അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഈ മീനിന് ടേസ്റ്റ്. എല്ലാ മീനും നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇച്ചിരി ഏറെ ഇടണം കേട്ടോ, അതാ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർക്കണം. നമ്മുടെ ഈ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാലകളെല്ലാം ഒന്ന് മീനെ തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ നമ്മുടെ മീൻ നല്ല മസാലയൊക്കെ പുരട്ടി, നാടൻ മസാലയാണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കൈ എറിഞ്ഞുള്ള പൊടികളൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻ വറക്കാനുള്ള പാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കണ്ടില്ലേ, അങ്ങനെ നമുക്ക് എല്ലാ മീനുകളും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഇതിന് ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നുമില്ല കേട്ടോ. എല്ലാം കൂടെ ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരുപാട് നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയിപ്പോവും. മാക്സിമം 5 മിനിറ്റ്, അതിൽ കൂടുതൽ വറക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മുടെ 2 സൈഡും അത്യാവശ്യം കുക്കായിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പെട്ടെന്ന് മസാല എറിഞ്ഞുണ്ടാക്കുന്നുണ്ട്, അതേപോലെ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അപ്പം നമ്മൾ ഈ പെട്ടെന്ന് ഫ്രഷ് മീനൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി അത് പാത്രത്തിലോട്ടൊക്കെ മാറ്റാം.
അപ്പോൾ നമ്മുടെ ഈ മീനിൻ്റെ തൊലി നമ്മൾ കളയത്തില്ല. അതുകൊണ്ട് ഇതേപോലെ എടുത്തിട്ട് 3-4 ആവർത്തി നന്നായിട്ട് കഴുകി ഉണക്കി വെക്കാം. ഉണക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം പൊടിച്ചെടുത്തിട്ട് പാലിനകത്ത് ചേർത്ത് കഴിക്കാം. ഇത് നമ്മൾ ആസ്മ, ശ്വാസമുട്ടൽ, അതേപോലെ പൈൽസ്, അതിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഇത് നമ്മൾ പൊടിച്ചിട്ട് പാലിനകത്ത് ചേർത്താണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി അല്ലെങ്കിൽ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.